കോഴിക്കോട് കുരുവട്ടൂർ വാണിയരിത്താഴം ജുമുഅ പള്ളിയിൽ നാട്ടുകാരുടെ ഗോപാലനിക്കയാണ്. കഴിഞ്ഞ 35 വർഷത്തിലേറെയായി വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഈ പള്ളിയും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് ഗോപാലനാണ്. ഈ ചെറിയ പെരുന്നാൾ ദിനത്തിലും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറമുള്ള കാഴ്ചകളിൽ ഒന്നായി മാറി ഗോപാലനിക്കയും വാണിയേരി പള്ളിയും. കുരുവട്ടൂരിലെ വാണിയരിത്താഴം നിസ്കാര പള്ളിയും പറമ്പിൽ ബസാർ പുതിയോട്ടിൽ മീത്തൽ ഗോപാലൻ എന്ന ഈ 58കാരനും തമ്മിൽ ആത്മബന്ധം തുടങ്ങിയിട്ട് വർഷം 38 കഴിഞ്ഞു. വെള്ളിയാഴ്ചകളിലെ ജുമുഅ നമസ്കാരത്തിന് മുന്നോടിയായും പെരുന്നാൾ അടക്കമുള്ള വിശേഷ ദിവസങ്ങളിലും ഈ പള്ളിയും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് ഗോപാലനാണ്. കയ്യിൽ ചൂലും മുഖത്ത് നിറപുഞ്ചിരിയുമായി നിൽക്കുന്ന ഗോപാലൻ വാണിയരിത്താഴത്തെ പതിവ് കാഴ്ചകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. 4ാം തരം വരെ മാത്രം പഠിച്ച ഗോപാലന് ആധുനിക ലോകത്തെ മാറ്റങ്ങളോ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വചനങ്ങളോ ഒന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഗോപാലന് വ്യക്തമായി അറിയാം: ജാതിയും മതവും ഉണ്ടാക്കി സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കിയത് മനുഷ്യനാണ്. ദൈവം ഒന്നേയുള്ളൂ, പടച്ചവന് ജാതിയും മതവുമില്ല. തന്റെ നിഷ്കളങ്കമായ ചിരിയോടെ ഗോപാലൻ പറഞ്ഞു തുടങ്ങി. പള്ളിക്കാരൻ്റെ വലിയ സ്നേഹമാണ്. ഞാനും അതുപോലെ നല്ല സ്നേഹത്തിലാണ്. ചെറിയ ആളെയും വലിയ ആളെയും വലിയ സ്നേഹത്തിൻ്റെ പെരുമാറും. എനിക്ക് ദൈവത്തിൻ്റെ നമുക്ക് ജാതി ഒന്നാണ്, ജാതി ഒരു മതം, അതാണ് നമ്മൾ വിശ്വാസം. നമ്മൾ എല്ലാവരും വേണമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ നമ്മൾ പോകും. എന്തായാലും നമ്മൾ പള്ളിയുടെ പരിപാടി ഞാൻ മുന്നോട്ട് നീങ്ങി പോവുള്ളൂ. അതാണ് ഇന്നലെ അടിച്ച് മറ്റേ അടിച്ച് ഒക്കെ പൂർത്തി. ഇതിൻ്റെ പള്ളി ഒഴിവാക്കിയിട്ട് പരിപാടി എനിക്കില്ല. ഇന്ന് ഗോപാലിക്കാർ തന്നെ വിളിക്കാൻ കുട്ടികൾ അടക്കരുത്. ഗോപാലിക്കാർ ഈ കുട്ടികൾ മദ്രസ വരുമ്പോൾ ഗോപാലിക്കാർ ഗോപാലിക്കാർ പെൺകുട്ടികളായാലും ആൺകുട്ടികളെങ്കിലും വിളിച്ചു. ഭാര്യ കമലയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിൽ ഉപജീവനത്തിനായുള്ള ഗോപാലന്റെ വേഷം ചുമട്ടു തൊഴിലാളിയുടേത്. വാണിയരിത്താഴം ജുമുഅ പള്ളിയിലെത്തിയാൽ ഗോപാലൻ ഇസ്ലാം സഹോദരർക്ക് ഗോപാലനിക്കയായി മാറും. സക്കാത്ത് നൽകുമ്പോൾ ഗോപാലനിക്കയ്ക്കുള്ള പങ്ക് നൽകിയതിനു ശേഷം മാത്രമേ വാണിയേരി മഹലിൽ സ്വന്തം സമുദായക്കാർക്കുള്ള സക്കാത്ത് വിതരണം ആരംഭിക്കുകയുള്ളൂ. ജാതിമത ചിന്തകൾക്ക് അതീതമായി ഗോപാലനും വാണിയേരി പള്ളിയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി ഉയർന്നു നിൽക്കുന്നിടത്ത് ഗോപാലനിക്കയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം സഹോദരർക്ക് 1000 നാവ്. ഗോപാലൻ പള്ളിയേറ്റാൽ ഇന്നൊന്നിലുള്ള ബന്ധമല്ല. ഗോപാലൻ ഒരു വെള്ളിയാഴ്ച വരുന്ന സമയത്ത് ഇവിടെ മുറ്റം മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി പോകുന്നൊരു വ്യക്തിയാണ്. സക്കാത്തായാലും ശരി അരിയായാലും ശരി ഗോപാലിന് മാറ്റി വെച്ചിട്ടേ കൊടുക്കുള്ളൂ. അത് ഈ പള്ളിയിൽ എല്ലാവരും അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പം നമ്മളെ ഈ മഹലില് ഗോപാലിനൊക്കെ ഒരു പ്രത്യേക ബേറ്റ് ഉണ്ട്. ഈ നാട്ടില് ഗോപാലൻ ഏട്ടൻ അല്ലെങ്കിൽ നമ്മൾ ഗോപാലനിക്ക നമ്മുടെ ഏറ്റവും വളരെ സൗഹാർദ്ദമായിക്കൊണ്ട് ഏറ്റവും ഈ പള്ളിയുമായിക്കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള യാതൊരു തർക്കവുമില്ല. നല്ല സൂചനയാണ് നൽകുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഹിന്ദു മുസ്ലിങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ നിൽക്കണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥന കൂടിയും എല്ലാവർക്കും ഈ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈദ് നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന വിശ്വാസികൾ നൽകുന്ന ചില്ലറ കൈനീട്ടം ഗോപാലൻ ചേർത്ത് വെക്കുന്നത് സ്വന്തം ഹൃദയത്തോടാണ്. സേവനത്തിനുള്ള പ്രതിഫലമായിട്ടല്ല നൽകുന്നവരും ഈ പണത്തെ കാണുന്നത്. ജാതിയും മതവും സൃഷ്ടിച്ച് മനുഷ്യൻ അതിർവരമ്പ് തിരിച്ചു ജീവിക്കുന്ന കാലത്തിന് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യ കാഴ്ചകളുമായി പ്രതിരോധം തീർക്കുകയാണ് ഗോപാലനിക്കയും കുരുവട്ടൂരിലെ ഈ ജുമുഅ പള്ളിയും. കുരുവട്ടൂരിലെ ഗോപാലൻ നാട്ടുകാരുടെ ഗോപാലനിക്കയായത് ഇങ്ങനെയാണ്. വാണിയേരി പള്ളിയും ഗോപാലനും നാട്ടിൽ സൗഹാർദ്ദത്തിന്റെ നിറമുള്ള കാഴ്ചകൾ നിറയ്ക്കുകയാണ്. ക്യാമറമാൻ അരുൺ പുനത്തിലിനൊപ്പം രാജേഷ് പറമ്പൽ, കോഴിക്കോട് വിഷൻ.